മുന്നോട്ടേക്ക് പോവുക. പിന്നെ ഇപ്പം ഇല്ലിക്കൽ കയറാനായിട്ട് 1 കിലോമീറ്റർ അടുത്തേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഈ വെള്ളച്ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഇവിടെ നിർത്തിയതാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇല്ലിക്കൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും കേരള ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇല്ലിക്കൽ വരുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ ആയിട്ടില്ല, ജസ്റ്റ് ഒരു ഇൻട്രോ, ന്യൂ ബിഗിനിങ് എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്നാണ് ഇല്ലിക്കൽ ലാസ്റ്റായിട്ട് വന്നത് കേട്ടോ. പിന്നെ നമ്മൾ ഈ വഴിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് വരാൻ കിട്ടിയത്, സമയത്ത് വന്നത്. അപ്പോൾ ആ കാണുന്നത് എൻ്റെ ബാക്ക് സൈഡിൽ കാണുന്നത് പേട്ടയൊക്കെ കേട്ടോ, പേട്ട, പാല, ആ റൂട്ടുകളൊക്കെയാണ്. അപ്പോൾ ഇതിന് മുന്നേ വന്ന വീഡിയോ ഉണ്ട്. നമ്മളിതിന് മുന്നേ കമ്പന്തേനിയൊക്കെ പോയ വീഡിയോ ഉണ്ട് കേട്ടോ. അതെല്ലാം ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമുക്കിനി മണ്ടയിലേക്ക് കയറാം, മേളിലേക്ക് കയറി പോവാം. അത്യാവശ്യം നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ താഴെ നിന്ന് നനഞ്ഞു വിളിച്ചാൽ വന്നത് മൊത്തം. പിന്നെ എന്തായാലും മേളിൽ പോയിട്ട് കാണാം. ഇനി ഈ വെള്ളം വരുന്ന ഈ സോഴ്സ് കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ. അങ്ങ് മേളിൽ നിന്ന് നോക്കി, ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ആ മേളിലേക്ക് ഒരു വാഴത്തോട്ടം, കുറേ തോട്ടങ്ങളുണ്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അല്ലാത്തതുണ്ട്. ഇതിനൊന്ന് വന്ന് പോണ റൂട്ടാണിത്. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ എന്തോ കരട് പിടിച്ചല്ലോ. അപ്പോൾ നമ്മൾ കമ്പന്തേനി ഇറങ്ങിക്കഴിഞ്ഞ് നേരെ ഇല്ലിക്കൽ കയറുവാണ്. അപ്പോൾ നാട്ടിലൊക്കെ വന്നേച്ചിട്ടാട്ടോ ജസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇല്ലിക്കൽ കയറാനായിട്ട് നമ്മൾ ബൈക്കിനാണ് വന്നത്. സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റി, കമ്പത്ത് പോയ സാധനങ്ങളെല്ലാം അഴിച്ചു മാറ്റി. നിറച്ച് വണ്ടും കൂടെ അല്ല കുഞ്ഞപ്പോൾ. ഇത് പണ്ടത്തെ എന്തോ കേട്ടോ, കടയോ കാര്യങ്ങളോ എന്തോ ആട്ടോ. നമുക്കിന് മേളിലേക്ക് കയറാം. നമുക്കിന് മേളിലേക്ക് കയറുക. ഏകദേശം മഴ വന്നു കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. കാരണം മണ്ടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇടി കെട്ടിക്കഴിഞ്ഞാൽ സീനാണ്. കാരണം അത്രയും ഹൈറ്റിലല്ലേ. നമുക്ക് മണ്ടയിലേക്ക് താമസിക്കാൻ കയറാം. സമയം ഏകദേശം 1:30 ആയി. ഇനിയിപ്പോൾ മണ്ട ചെന്നിട്ട് ബാക്കി വിഷ്വൽസ് കാണിച്ചു തരാം. നമ്മളങ്ങനെ ഇവിടെ ഒരു സ്ഥലത്ത് കയറി നിന്നിട്ടോ. മണ്ട ചെല്ലുന്നതിന് മുന്നേ എന്നാണ്ട് നല്ല രീതിക്ക് മഴ പെയ്യും. അപ്പോഴത്തേനും ഇവിടെ എല്ലാണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ പോക്ക് നടക്കുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇതെല്ലാം നനയും. അപ്പോൾ മണ്ട ചെന്ന് നിൽക്കാൻ സ്ഥലമില്ല. ഇല്ലേ പെട്ടെന്ന് ടോപ്പിൽ ചെല്ലണം. അവിടെ കടകളിൽ കയറി നിൽക്കാനാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഷെഡിനുള്ളിൽ കയറി നിൽക്കും. ഇപ്പം മഴ കഴിഞ്ഞിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട്. ഈ ഒരു ഇതുകൊണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണോ. പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഇല്ലിക്കലിന്റെ മേളിലേക്ക് പണിതേക്കുന്നതാണോ. അയ്യോ കയറ്റം ഒരു രക്ഷയില്ല, നല്ല രീതിക്ക് കയറ്റമുണ്ട്. പിന്നെ നമ്മുടെ ഈ വണ്ടി വെച്ച് നമുക്ക് ഇതേ പറ്റൂ, വേറെ വഴിയില്ല. സാധനം ഇങ്ങനെ റോഡിന്റെ ഇവിടെ സ്ഥാപിച്ചേക്കുന്നത് സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി കേട്ടോ. കാരണം അവിടുന്ന് നല്ല കുത്തനെ ഇറക്കമാണ്. അപ്പോൾ വലിയ വണ്ടി വന്നു കഴിഞ്ഞാലും ബൈക്ക് ആണെങ്കിൽ സ്പീഡ് ലിമിറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഒരു ഇടവിട്ട് കണ്ട അങ്ങാകല കാണുന്നുണ്ടോ, ഗ്യാപ്പിട്ട് 2-3 സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഇല്ലിക്കൽ കയറുന്ന വഴിക്ക് ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. അത് കാണാം ആദ്യം നമുക്ക്. ഇവിടെ വരുന്നവർ മിക്കവാറും ഇവിടെ ഇറങ്ങിയിട്ടാണ് ബാക്കി മുന്നോട്ടേക്ക് പോവുക.
കയറ്റം കയറി വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് കണ്ട് നിർത്തിയതാട്ടോ. ഒരു രക്ഷയില്ലാത്ത കാറ്റും വ്യൂ. ചെറുതായിട്ടല്ല, മൊത്തത്തിൽ ഇരുണ്ട് മൂടിയൊരു കാലാവസ്ഥയാണ്. ഇവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം നല്ല കുത്തൊലിച്ച് വരുന്നുണ്ട്. മിക്കവാറും അത് പേരറിയില്ല, പേര് മറന്നു. ഒരു വെള്ളച്ചാട്ടമായിരുന്നു നമ്മുടെ ഇവിടെ പേട്ടയിൽ നിന്ന് വരുന്നത്. ആ കാണുന്ന പേട്ട ഭാഗമാട്ടോ. അവിടെയൊക്കെ അത്യാവശ്യം നല്ല വെയിലുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ആ ടോപ്പിലേക്കാണ് നമുക്ക് കയറേണ്ടത് കേട്ടോ. ഇന്ന് ആ ടോപ്പിൽ കയറുമെന്ന് അറിയത്തില്ല, കാരണം നല്ല മഴയും നല്ല തണുപ്പും വരുന്നുണ്ട്. മിക്കവാറും കയറാൻ ചാൻസ് ഇല്ല. അവിടെ ആൾക്കാരെയൊന്നും പൊതുവെ കാണുന്നില്ല കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തെരുതെരെ വണ്ടിയും കാര്യങ്ങളൊക്കെ പോയിട്ടേ ആൾക്കാരൊക്കെ കാണേണ്ടതാണ്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ വെയിൽ തെളിഞ്ഞെന്നുണ്ടെങ്കിൽ ടോപ്പിൽ എന്നാലും ഉറപ്പായിട്ടും കയറും. അല്ലാന്നുണ്ടെങ്കിൽ കയറുകയല്ല. ഇനിയിപ്പോൾ ഇവിടെ നേരെ മണ്ടയിലേക്ക് പോകും. ജസ്റ്റ് വ്യൂ പോയിന്റ് കണ്ട് നിർത്തിയെന്നുള്ളൂ. ഇവിടെ എഴുന്നേറ്റാവുമ്പോൾ നോക്കി ഇവിടുന്ന് കയറുന്ന വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയാ. ആ മേളിലേക്ക് കാണിച്ച് ആ ടോപ്പിലാട്ടോ നമുക്ക് കയറേണ്ട. ശരിക്കും പറഞ്ഞാല് ഇപ്പം കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ കയറുമൊന്നും അറിയത്തില്ല. അടിഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ബാക്ക് സൈഡിലുള്ള ഇവിടുന്ന് കയറി വരുമ്പോൾ കാണുന്ന ഈ ഒരു വ്യൂ ആണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ആ കയറ്റം കയറി വന്നു കഴിഞ്ഞിട്ട് മേഘപാത കയറി വെച്ചിട്ട് വരുന്ന ആ കാണുന്ന പച്ചപ്പ് വാഗമൺ പുള്ളിക്കാരൻ റൂട്ടാണ്. ഇവിടുത്തെ മലനിരകളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. എല്ലാം നല്ല ഇരുണ്ട് കിടക്കും കേട്ടോ. സീന് കുഞ്ഞിപ്പോൾ നമുക്ക് മണ്ടായി ചെന്നിട്ട് ഈ സാധനം ഒട്ടിക്കാം. ഓക്കെ, മണ്ടയിലേക്ക് ആൾക്കാർ പോയിട്ടുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല കേട്ടോ. ഉണ്ടോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ മൂന്നാറിലും ചെയ്യുവാണെങ്കിൽ ഉണ്ട് കേട്ടോ. പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് നിറച്ച് കമൻറ്റ് പോലെ തന്നെയായിരുന്നു. വേസ്റ്റ് എന്നും പറഞ്ഞ്. എന്ത് ചെയ്യാ, കഴിഞ്ഞ തവണ വന്ന പോലെ അല്ല കേട്ടോ. വഴിയൊക്കെ ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. വഴി തെളിച്ചൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ആൾക്കാർ ഇത് വേറെ വഴിയൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നു. ഇതല്ലല്ലോ വഴി, നമ്മളതിലല്ലേ കയറിക്കൊണ്ടിരുന്നത്. കുഴപ്പമില്ല, ഇതിലേ പോവാം. ഇതിലല്ല കേട്ടോ, ഒരുപാട് വഴി മാറിപ്പോയി. അല്ലടാ, നമ്മൾ കഴിഞ്ഞാണോ വഴി ഇതല്ലല്ലോ. അള്ള കഴിഞ്ഞപ്പോൾ കാണുന്നതല്ല കേട്ടോ. വഴി നല്ല രീതിക്ക് മാറിപ്പോയിട്ടുണ്ട്. ഇതിലേ അല്ല വഴി, ആ കാണുന്ന മാറാണ്ട് അതിലേ കയറി ഇങ്ങനെയാണ് മുകളിലേക്ക് വരുന്നത്. അയ്യോ, പുതിയ ആൾക്കാർ വന്നപ്പോഴത്തേനും വഴിയൊക്കെ തെളിച്ച് പുതിയ വഴി കിട്ടി, പണി കിട്ടി. ഇതിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇത് സീനാണ് കേട്ടോ. നീ ഇതൊന്ന് മിക്കവാറും തിരിച്ചിറങ്ങിയിട്ട് അപ്പുറം വഴി പോകണമെന്നാ. അഡ്വഞ്ചർ ഡ്രൈവർ ഇഷ്ടപ്പെടുന്നവർ ഇതിലേക്ക് വന്നോളൂ. അയ്യോ, ഒരു രക്ഷയില്ല കേട്ടോ. ഇത് നടക്കല്ലേ. ഇത് അവിടുന്ന് കാണുന്ന വഴിയേ അല്ലത്. വഴി തെറ്റിക്കേറിയത് ഇതല്ല. ഇവിടെ തന്നെ അറിയാം. ഓ, ഇത് കൊള്ളാം, അടിപൊളി. അപ്പോൾ ആൾക്കാർ വരുന്നുണ്ട്. കൂള് കേസട്ടൊക്കെ. ഒരു കേവ് കൊള്ളാം. അതുവഴിയാന്ന് തോന്നുന്നു മിക്കവാറും വഴി. പക്ഷേ വഴി ഒരു രക്ഷയില്ല കേട്ടോ. ഈ ഒരു ഉണ്ടോ അവിടെ ചെല്ലണം. അത് കാണാൻ വേണ്ടിയാണ് ആൾക്കാർ ഇല്ലേ വരുന്നത്. പക്ഷെ ഇതല്ല യഥാർത്ഥ വഴി. ഇതല്ല ഒരു വ്യൂ കിട്ടുന്ന വഴി എന്ന് പറയുന്നത് കുറച്ച് അപ്പുറമാണ്. കാണിച്ചു തരാം. ഇത് കാട് പോലത്തെ കേസിട്ടാണ്. ഇതിലേ പോയി ഇതിലേ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ എത്തിയ വഴി തന്നെ വീണ്ടും എത്തിയിരിക്കുന്നു. ഇതാണ് ശരിക്കും ഇറങ്ങി പോകേണ്ട വഴി. ഇറങ്ങിപ്പോണ്ടല്ല, കയറിപ്പോണ്ട. ഉണ്ടോ അപ്പുറത്തെ വഴി ക്ലോസ് ചെയ്യുന്നു ഈ ആൾക്കാർ ചവിട്ടി. അതാണ് വിഷയം പറ്റി. ഉണ്ടോ ഇത് തന്നെ കൊടുങ്ങല.
ഇത് ഒടിഞ്ഞില്ലടാ. ഇത്ര ഇതല്ലേ വഴി കിടക്കണേ. അടിപൊളി. ഓഹോ, അല്ല ഇത് നമ്മൾ തിരിച്ച് വന്ന വഴിയില്ലേ? അല്ല ഇത് വന്ന വഴിയില്ലേ? ഇവിടുന്ന് മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ കയറേണ്ടത്. ഒരു കമ്പ് പൊട്ടിയിട്ടേക്കുന്നുണ്ട്. അപ്പം സ്ഥിരം വഴി കണ്ടുപിടിച്ചു ലാസ്റ്റ്. വെറുതെ അങ്ങ് ദൂരം വരെ പോയെന്നേ. പുറം വരൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് തെളിക്കാതെ കാട് മൂടി കിടക്കുന്നുണ്ട്. ഭയങ്കര വിഷയമാണ്. ആണ് ഈ സൈഡ് തെളിക്കാണ്ട് കയറാണ്ട് പറ്റുന്നത്. ഇവിടെയൊക്കെ അത്യാവശ്യം തെളിയായിട്ട് കിടപ്പുണ്ട്. പക്ഷെ അങ്ങോട്ട് ഇതിൻ്റെ കയറുന്നിടത്ത് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് കയറാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ഇവിടെ നിന്നാണ് ഏകദേശം ഒരു 7 കൊല്ലം അല്ല 7 കൊല്ലം അല്ല 7 മാസം മുന്നേ ഇവിടെ നിന്ന് യൂട്യൂബിൽ ഒരു ഇൻട്രോ എടുത്തിട്ട് പോയത്. അതിൽ പിന്നെ ഇപ്പോഴാട്ടോ ഇങ്ങോട്ടേക്ക് വരുന്നത്. എനിക്ക് നല്ല രീതിയിൽ തെറിച്ച് കിടക്കുന്നത്. അതെ, ആ താഴെ കാണുന്നതൊക്കെയാണ് നമ്മൾ വന്ന വഴികളും കാര്യങ്ങളൊക്കെ. ആ കാണുന്ന റൂട്ടൊക്കെ ഉണ്ട്. അതൊക്കെ പേട്ട ഏരിയ കേട്ടോ. ഇനി ഇവിടുന്ന് മേളിലേക്ക് ഒരുപാട് കയറാനുണ്ട്. ഇത്രയും റിസ്ക് പിടിച്ച വഴികളാട്ടോ ഇതിലുള്ളത്. നമ്മളൊരു അഡ്വഞ്ചർ ട്രാവലിങ്ങിന് പറ്റിയ സ്പോട്ടെന്ന് വേണേൽ പറയാം. കാരണം ഇഴഞ്ഞു പിടിച്ചേക്ക് കയറി വരണം, അല്ലാണ്ട് ഒരു രക്ഷയില്ല. ഒരു നോർമൽ വ്യക്തി വന്നു കഴിഞ്ഞാൽ മടുത്ത് കഥ വളരും കേട്ടോ. നോർമൽ വ്യക്തി എന്ന് വെച്ചാൽ വെറുതെ വീട്ടിൽ കുത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നൊരു മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കത്തില്ല. ഓ, അപ്പോൾ ദേ സീൻ ലൊക്കേഷൻ. ഈ ഒരു പാറക്കെട്ടാണ്. താഴെ ആ കാറൊക്കെ നിൽക്കുന്നുണ്ടോ, കടയൊക്കെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന പാറക്കെട്ടാണിത്. ഇത്രേ കാണത്തുള്ളൂ. ഈ പാറക്കെട്ടിന് മേളിലേക്ക് ഇനിയും പോകണം കേട്ടോ. അവിടെ ചെന്നാലേ നിഗൂഢമായ കുരിശ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. യെസ്, നമ്മളങ്ങനെ ഏകദേശം ഒന്നും ആയില്ല, പക്ഷെ പകുതി എത്തി. കണ്ടോ, ഇങ്ങനത്തെ വഴിയൊക്കെയാണ്. കുറച്ച് സീൻ കേട്ടോ. ഈ പാറയുടെ മേളിൽ നിൽക്കുമ്പോൾ ഒരു വ്യൂ കൊണ്ട് കാണിച്ചുതരാം. ഒരു രക്ഷയില്ലാത്ത സീന്. ഇവിടെ വന്ന് ഞാൻ പണ്ടൊരു വീഡിയോ എടുത്ത. അയ്യവ, ഒന്നുമല്ല അമ്മോ. മുണ്ടലേക്ക് കയറി ചെല്ലുമ്പോൾ അടിപൊളി വ്യൂ കാണിച്ചു തരാം. നമ്മളങ്ങനെ താഴെ കണ്ട സ്പോട്ടിൽ അല്ലേ, താഴെ നിന്ന് നോക്കുമ്പോൾ മേളിൽ കണ്ട സ്പോട്ടിലെത്തി ഒറ്റ സ്ട്രെസ്സിനെ പറഞ്ഞു തീർക്കാൻ നോക്കാൻ നടന്നില്ല. ബ്രീത്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ട് വരും കേട്ടോ. കാരണം നല്ല ഹൈറ്റിലാണല്ലോ കയറിക്കൊണ്ടിരിക്കുന്നത്. വലിയ പാറയൊക്കെ തലയുടെ പൊക്കത്ത് രാമപ്പാറ പോയ പോലെ. വേറൊരു അടിപൊളി വ്യൂ കാണിച്ചാൽ അയ്യോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാറ്റുള്ളതുകൊണ്ട് സീന് നല്ല സുഖമുണ്ട് കേട്ടോ. കാറ്റുള്ളതുകൊണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്നും ഇറങ്ങി നടക്കാൻ കേട്ടോ. ഇച്ചിരി സീനാണ്, കാട് വഴിയാണ്, അതാണ് വിഷയം. ഒന്നുമില്ലെന്ന് ഓർക്കാം. ഉണ്ടോ, ഇച്ചിരി സീനാണ്. ഉണ്ടോ, ഇതിലാണോ ഇതെങ്കിൽ ഇത് ഇനിയിപ്പോൾ നോക്കി കാരണം ഇത് തന്നെ. ഉണ്ടോ, ഇത് കുട്ട് വഴിയൊക്കെ. ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു അടിപൊളി കാഴ്ചയുണ്ട്. നോക്കി, അവിടെ ഒരു വെള്ളച്ചാട്ടം ഒത്തൊലിച്ച് പോകുന്ന നോക്കി. നല്ല വെള്ളം, നല്ല ഫ്ലോയിൽ പോകുന്നുണ്ട്. എനിക്ക് തോന്നണം ഈ വെള്ളച്ചാട്ടം ഒന്ന് അരുവിക്കച്ചാല ഇല്ലെങ്കിൽ പേര് ഞാൻ മറന്നുപോയി. ഉണ്ടോ ഈ സാധനം നമ്മൾ ആ റൂട്ടുണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ കയറി ഇതിലേ കയറി ഇങ്ങനെ വരണം. വേറെ വഴിയുണ്ടോ, പക്ഷെ അവിടെ തെന്നി തെറിച്ച് കിടക്കും. ഇത്ര ഈ പാറ ഹൈറ്റ് ഒന്നുകൂടെ കടന്നിട്ട് വേണം വരാൻ. റിസ്ക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ റിസ്ക് അഡ്വഞ്ചർ ആട്ടോ. എനിക്ക് മേളിലേക്ക് സീൻ സാധനം നോക്കി പരുന്ത് നമ്മുടെ ഹൈറ്റിൽ വരെ എത്തിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉയരം എത്രത്തോളം ഉണ്ടെന്ന് ഊഹിച്ച് നോക്കിയാൽ മനസ്സിലാകും. കണ്ടാ കാണുന്ന പരുന്ത് അടുത്ത് വാങ്ങിട്.
ഉണ്ടോ പരുന്ത്. ഓ ഇത് വഴി ഇച്ചിരി റിസ്ക് ആട്ടോ, കുറച്ച് സീനാ. ഇതുവഴി പോക്ക്. നീ ഇവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കട്ടെ. ഞാനൊരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. നമ്മളങ്ങനെ ഏകദേശം ലൊക്കേഷനിൽ എത്തിയെന്ന് പറയുന്നതിൻ്റെ ഉദാഹരണമാണ്. നോക്കി, ആ കാണുന്ന ഇല്ലിക്കല്ല കേട്ടോ, നമ്മൾ പാസ്സൊക്കെ കൊടുത്ത് ഫ്രണ്ടിൽ നിന്ന് കയറിയല്ലേ, ആ കാണുന്നതിൻ്റെ ഒരു വ്യൂ ആണ്. നമ്മൾ ഏകദേശം അതിൻ്റെ ബാക്ക് സൈഡിൽ എത്തിയെന്ന് വേണം പറയാം. ഹൈവ അത് കണ്ട ഇവിടെ ഒരു കുരിശ്. നമുക്ക് അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ കണ്ടോ മേളിലൊരു കൈവരിയൊക്കെ ഉണ്ട്. സീനോട്ടോ കാലൊക്കെ സീനായി. മറ്റേ പാൽക്കുളമേട് കയറിയിട്ട് പോലും ഇത്ര സീനായാലും ഇത് ഈ ജാതി വഴിയായണ്ടേ നമ്മൾ തന്നെ കവച്ച് ഒറ്റ പിടിയിലാണതേ. അതുകൊണ്ട് ഇവിടെയൊക്കെ കൊണ്ട കൈവരി വേണമെന്നവനെ സമ്മതിക്കണം. അയ്യോ ഒരുപാട് ചരിത്രം എന്ന് പറഞ്ഞാൽ കണ്ട ഒരു സ്റ്റെപ്പൊന്നുമില്ല, കറ്റ പിടിച്ച് കവച്ച് വെച്ചോണം. ഓഹ് കണ്ടോ കണ്ടോ പാസ്സൊക്കെ കൊടുത്ത ആൾക്കാർ കയറുന്ന വ്യൂ കേട്ടോ ആ കാണുന്നത്. ആ ഇത് സീനാട്ടോ. കൈവരി ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കൂടുതൽ. മേളിലും കൈവരുണ്ട്, മേളിൽ നോക്കി, മേളിലോട്ട് നോക്കി കൊണ്ടോ മതി. നമ്മളങ്ങനെ ഏകദേശം അടുത്തെത്തി. ഇതാ കുരിശ് കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ ലൊക്കേഷൻ. നമ്മളത് തേടിയുണ്ടോ. അപ്പോൾ അപ്പുറം മലയിൽ നിന്ന് ഒരു മലയുടെ മറുവശത്തെത്തിയ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെ നടന്ന് കുരിശിരിക്കുന്നവിടെ തൊട്ട് പോകും. ഏത് ഉണ്ടോ കാലാവസ്ഥ ഏകദേശം മാറി തുടങ്ങി കേട്ടോ. അല്ല കാലാവസ്ഥ മാറി തുടങ്ങിയെന്ന് പറയേ. ഉണ്ടോ ഇല്ലിക്കാട്, ഈ ഇല്ലിക്കാടും താണ്ടി വേണം അങ്ങോട്ടേക്ക് പോവാൻ. എന്താലേ സീന്. കാലാവസ്ഥ മാറി മഴ കയറി തുടങ്ങി. ഇതാണല്ലേ വഴി, ഇതാണല്ലോ, ഇതിലേ പോകാൻ നോക്കാം ഫസ്റ്റ്. യെസ് നമ്മളങ്ങനെ എത്തിക്കഴിഞ്ഞു. ഇല്ലിക്കൽ മലനിരയുടെ മുകളിലെത്തിക്കഴിഞ്ഞു. കോട്ടയം ജില്ലയുടെ സ്വപ്നഭൂമിയായ മറ്റൊരു സ്ഥലം ഇല്ലിക്കക്കല്ല് കേട്ടോ. ഒരുപാട് ചരിത്രങ്ങൾ നിറഞ്ഞ ഒരു എന്താ പറയുന്നത്, ചരിത്രങ്ങൾ നിറഞ്ഞ ഒരു കുരിശാട്ടോ ഈ കാണുന്നത്. ഇവിടെയൊക്കെ പാറയിൽ കണ്ടോ ഓരോ പേരെഴുതി വെച്ചേക്കുന്നുണ്ടോ, പാറ കൊണ്ട് കൊത്തിട്ട് ഓരോ പേര് എഴുതിയേക്കുന്നത്. അയ്യോ ടോപ്പിൽ എത്തി കേട്ടോ. നമ്മുടെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇല്ലിക്കൽ കല്ലല്ല, എപ്പോഴും സ്ഥലം മാറിപ്പോയില്ല. നമ്മൾ ആ കാണുന്നതാണ് ഇല്ലിക്കൽ കല്ല്. അതായത് നമ്മൾ പാസ് കൊടുത്തിട്ട് ജീപ്പിനൊക്കെ 500 രൂപ 800 രൂപ ഒക്കെ കൊടുത്ത് കയറുന്ന സ്ഥലം. ആ കാണുന്നതാണ് അത്. അതിനേക്കാളും ഉയരത്തിൽ ആ കല്ലിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു കല്ലുണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ഒരു വ്യൂ ആണ് ഇത്. അതിൻ്റെ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കുരിശാണിത്. എല്ലാവർക്കും അങ്ങനെ അറിയപ്പെടണമെന്നൊന്നുമില്ല ഈ കുരിശ്. ഇപ്പോൾ കുറച്ച് ഫെയിം ആയിട്ടോ ഈ സ്ഥലം, ഈ കുരിശൊക്കെ. കുരിശിന് പിന്നിൽ ഒരുപാട് നിഗൂഢമെന്ന് പറഞ്ഞാൽ ഒരുപാട് കഥകളുണ്ട്. എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ വന്നതേ ഉള്ളൂ, അവിടെ നിന്നൊക്കെ ആൾക്കാരെ നോക്കുന്നുണ്ട്, പക്ഷേ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പൊടിയായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഈ സ്ഥലം കണ്ടോ, കാലാവസ്ഥ വളരെ മോശമാണ്, നല്ല സീനാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം നമുക്ക് ഈ ഒരു കുരിശിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്കിൻ്റെ അവിടെ നിന്ന് കേട്ടത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടൊരു നമ്മൾ കുരിശുമല കയറുന്ന പോലെ ഒരു മലയായിരുന്നു. അപ്പോൾ അവിടെ സ്ഥാപിച്ച കുരിശാണ്. ഈ ഒരെണ്ണം മാത്രമല്ല, ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. മറ്റേ ഗാഗുൽത്ത പോലത്തെ വലിയ മല ഒരു കുരിശായിരുന്നു. അങ്ങനെയാണ് ഇവിടെ കൈവരികളൊക്കെ ഇപ്പോഴും സ്ഥാപിതമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കെട്ടുകഥ പറയാനാണ് നമുക്ക് ഇഷ്ടം. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. കെട്ടുകഥകൾ പറയുവാണെങ്കിൽ തന്നെ അതിനകത്ത് പറയുന്ന ഒരു സിസ്റ്ററാണ് ഈ കുരിശ് ഇവിടെ സ്ഥാപിച്ചതെന്നാണ് പറയുന്നത്. ആ സിസ്റ്റർ ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വെച്ച് തന്നെ മരണമടഞ്ഞെന്നാണ് കേട്ടറിവ്. നമുക്ക് കറക്റ്റ് അതിനെപ്പറ്റി ഒരു വിവരവും ഇല്ല. കേട്ടറിവും കെട്ടുകഥകളും മാത്രമേ ഉള്ളൂ. ഒറിജിനൽ എന്താണെന്ന് നമുക്ക് ഒരു പിടുത്തമില്ല കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ കുറേ സെർച്ച് ചെയ്തു, നമുക്ക് കിട്ടിയില്ല. അപ്പോൾ കേട്ടിട്ടുള്ള അറിവെന്ന് പറയുന്നത് ഇത്രയാണ്. ഒരു സിസ്റ്ററാണ്
കുരിശ് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചതും ഇവിടെ വെച്ച് മരണമടയുകയും ചെയ്തെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കേട്ടോ. കറക്റ്റ് കാര്യങ്ങൾ നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇത് പണ്ട് മറ്റേ മണ്ണല്ല മറ്റേ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയ കുരിശായിരുന്നു. ഇപ്പോഴാണിത് ഇരുമ്പ് കുരിശാക്കി രണ്ടാമത് പുനർനിർമ്മിച്ചെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു കണ്ടോ. ഇതൊക്കെ അതിൻ്റെ ഒരു ബാക്കി അവശിഷ്ടങ്ങളാട്ടോ ഈ കാണുന്നത്. അപ്പോൾ കറക്റ്റ് കഥ എന്താണെന്നൊന്നും നമുക്കറിയാൻ പാടില്ല. ഒരു അടിപൊളി കാഴ്ച കാണിച്ചു തരാം. ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങുമായിരുന്നു. അപ്പോൾ എൻ്റെ ഈ റൈറ്റ് സൈഡിലേക്ക് നോക്ക്, കോട അരച്ച് കയറി നോക്ക്. കാലാവസ്ഥ നൈസായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ മഴ പെയ്യും, നല്ല മണി കിട്ടാൻ ചാൻസ് ഉണ്ട്. നോക്കി കോട നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഇത് അവിടെ കാണികൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ആസ്വദിക്കുന്ന സ്ഥലത്ത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം. നടക്കുക. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഹിഡൻ സ്പോട്ടുകളിലെ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടുന്ന് കയറി ഞങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒരു 2-3 മണിയായിട്ടോ. വന്ന ഏകദേശം അവിടുന്ന് ഇത്രയും ദൂരം താഴത്തെ സ്ഥലത്ത് നിന്ന് മുകളിലേക്ക് കയറാൻ വേണ്ടി തന്നെ ഏകദേശം ഒരു 2.5 മണിക്കൂർ മിച്ചം എടുക്കും. കാരണം ഇത് കണ്ടുപിടിച്ച് ഈ സ്പോട്ടിൽ തപ്പിപ്പിടിച്ച് കയറി അത് ചടങ്ങ് പണിയാണ് കേട്ടോ. അയ്യോ, ഇപ്പോൾ തന്നെ ഇത്രയും കയറിയപ്പോൾ തന്നെ കാലെല്ലാം തളർന്ന് ഇടപാട് തീർന്നു. കണ്ടോ അങ്ങോട്ട് നോക്ക്, ആ കാണുന്ന വൈറ്റ് വേ കണ്ടോ, വൈറ്റ് മതിൽ കണ്ടോ. അവിടെ ഈ മല മുഴുവൻ റൗണ്ട് ചുറ്റിയിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള അടിപൊളി ട്രാവൽ വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഒരുപാട് കണ്ട മറ്റ് ചാനലിലും കേസിട്ടൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടതായിരിക്കും. എങ്കിൽ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ഷെയർ ചെയ്ത് വെക്കുക. ഇൻസ്റ്റ മസ്റ്റായിട്ട് ഫോളോ ചെയ്യട്ടോ. അതിനകത്ത് ഞാൻ അപ് ടു ഡേറ്റ് വീഡിയോസ് ഇടുന്നുണ്ട്. ഇത് യൂട്യൂബിൽ എടുക്കുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്തു 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്യുക. അങ്ങനത്തെ സാഹചര്യം വെച്ച് അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇൻസ്റ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ അപ്ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എവിടെയാ സ്ഥലം, ഇപ്പോൾ ഏതാ, ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നേരെ വന്നു വെച്ചിട്ട് ഇപ്പോൾ കയറിയേക്കുന്ന ഇല്ലിക്കലാണ്. ജസ്റ്റ് വീട്ടിൽ വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇൻസ്റ്റയിൽ അപ് ടു ഡേറ്റ് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് അറിയാനും പറ്റും കേട്ടോ. നല്ല നല്ല സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റും. അപ്പോൾ ഇൻസ്റ്റയിൽ കയറി ചെക്ക് ചെയ്താൽ മതി. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കയറി ചെക്ക് ചെയ്യാം. ഓക്കെ, ബൈ, സി യു. ഇത് സീന് കൂട കയറി ആകെ സീനാക്കി കേട്ടോ. ഒന്നും കാണത്തില്ല, മേഘക്കൂട്ടിപ്പെട്ട സെയിം അവസ്ഥ. നോക്കിയേ, ഒന്നും കാണത്തില്ലെന്ന് പറഞ്ഞാൽ ഒന്നും കാണത്തില്ല. അയ്യവ, ഇവിടെ വന്ന എന്നാണല്ലോ മുതലായിട്ടോ, മുതലായി. കാരണം ഈ സാധനം കാണാൻ പറ്റില്ല, ഇത്രയും കാണാൻ പറ്റില്ല. ഈ ഒരു വൈബ് ഏത് മണാലി ചെന്നാലും ഏത് മഞ്ഞത്ത് കിടന്നാലും കിട്ടുകയില്ല കേട്ടോ. ഇന്ന സാധനം ഒരു രക്ഷയില്ല. ഇതാ മണ്ട നിന്നിരുന്ന പണി കിട്ടിയാൽ തിരിച്ചിറങ്ങാൻ പറ്റാതെ ഒന്നാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ ഇച്ചിരി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. കുരിശിൻ്റെ അവിടെ അങ്ങനെ പറ്റത്തില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്ത് ഇറങ്ങിയതായിരുന്നു. ഈ സാധനം കണ്ട് ഒന്നുകൂടെ വീഡിയോ എടുത്തത്. ഈ സാധനം കാണുമ്പം നമുക്ക് മറ്റേ കുളുക്കുമലയാട്ടോ ഓർമ്മ വരുന്നത്. മറ്റേ ആ പുലി വാ വിളിക്കുന്ന സൂര്യൻ ഉദിച്ചു വരുന്നല്ലേ, കുളുക്കുമലയിലെ ഒരു സെയിം എഫക്റ്റ്. ഞാൻ വൈൻഡപ്പ് ചെയ്ത് വെച്ചാട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഈ മഞ്ഞും ഈ ഒരു ബ്യൂട്ടിയൊക്കെ പകർത്താതെ പോയി കഴിഞ്ഞാൽ ഇവിടം വരെ വന്നതിനകത്ത് കാര്യമില്ലാതായി പോലും. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്ത് തുടങ്ങിയതാട്ടോ. ഇറങ്ങുന്ന വീഡിയോ എടുക്കുന്നില്ലെന്ന് വെച്ചതായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയല്ലോ. അതുപോലെ കോട കയറി ഇല്ലിക്കലിനെ പുതച്ചു വിട്ടു. സെയിം അടിപൊളി സാധനം. പക്ഷെ കഴിഞ്ഞ തവണ വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും ഇത്ര ഒന്നും ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ. അതുമല്ല നിറച്ച ആൾക്കാരുമായിരുന്നു. ഇങ്ങനെ ഒന്നുമില്ല, നല്ല വെയിലായിരുന്നു. ഇപ്പം നൈസാ.